സമയം വായികളെ തുറന്ന് പ്രതികരിച്ചു തുടങ്ങിയാണ്ട് വായികളെ തുറന്ന് ആരോഗ്യം തന്ന, ആയുസ് തന്ന, ബലം തന്ന, സൗഖ്യം തന്ന കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, മഹത്വം കൊടുത്താട്ടെ. Hallelujah, 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 hallelujah. ശുദ്ധനാമത്തിലും എല്ലാ ഭാരങ്ങളെയും ചുമക്കുന്ന കർത്താവ്, നമ്മെ താങ്ങി നടത്തുന്ന കർത്താവ്, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവ്, നമ്മുടെ വേദനകളെ മാറ്റുന്ന കർത്താവ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടിയിരിക്കുന്ന, ഏത് സാഹചര്യങ്ങളും നമ്മെ താങ്ങി നടത്തുന്ന, ഏത് സാഹചര്യവും നമ്മെ കൈവിടാത്ത, നമ്മോട് ചേർന്നിരിക്കുന്ന ഹരിമനാഥനെ മടികൂടാതെ ഇന്ന് പകൽ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ ഒരു വാക്ക് നന്ദി പറയുവാൻ കഴിയുന്നവർ, ഒരു വാക്ക് നന്ദി പറയാൻ കഴിയുന്നവർ, സഖ്യതയില്ലാത്ത അനർത്ഥങ്ങൾ നമ്മെ പിടിക്കാവുന്ന സ്ഥാനത്ത് അതിൽ നിന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ പോലെ നമ്മെ പരിപാലിച്ച കർത്താവിനെ, അധരങ്ങളെ തുറന്ന് എത്ര നന്ദി പറഞ്ഞാലും, എത്ര ഉയർത്തിയാലും മതിവരാത്ത ഈ നാമത്തെ, എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഈ നാമത്തെ, എത്ര സ്തുതിച്ചാലും കൊതി തീരാത്ത ഈ നാമത്തെ, അങ്ങനെയെങ്കിൽ അടങ്ങിയിരിക്കരുത്, വായവച്ച് അടങ്ങിയിരിക്കരുത്. ആ നാമത്തെ ഇന്ന് പകൽ ആവോളം സ്തുതിക്കാം. എങ്ങനെയൊക്കെ ഉയർത്താമോ, എങ്ങനെയൊക്കെ ഉയർത്താമോ, എങ്ങനെയൊക്കെ സ്തുതിക്കാമോ, അങ്ങനെയൊക്കെ ഇന്ന് പകൽ സ്തുതിച്ചാരംഭിച്ചോ. ആ നാമത്തെ എങ്ങനെയൊക്കെ ഉയർത്താമോ, ആ നാമത്തെ എങ്ങനെയൊക്കെ വർണ്ണിക്കാമോ, ആ നാമത്തെ എങ്ങനെയൊക്കെ ആരാധിക്കാമോ. ഇന്ന് പകൽ നിന്റെ ശരീരം കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. തിരുവനന്തപുരത്തെ പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ഇന്ന് പകൽ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ശരീരമാണ്. ഓ റബ ശബ്ദന, നമ്മൾ ജോലി ചെയ്യുന്ന ഈ ശരീരം, നമ്മൾ ആഹാരം കൊടുക്കുന്ന ഈ ശരീരം, ഈ ശരീരം കൊണ്ടാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ വണ്ണം ഈ ശരീരത്തിൽ എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് കുറവുകളെ ഏറ്റുപറഞ്ഞ കർത്താവേ, ഈ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ്. ഇന്ന് പകൽ അതിനെ ശുദ്ധിയുള്ളതാക്കി ആ ആരാധന ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരുക, ഈ ശരീരത്തിൽ നിന്ന് ആരാധന പുറത്തു വരുക. അങ്ങേക്ക് പ്രസാദമുള്ള ആരാധന, അങ്ങേക്ക് പ്രസാദമുള്ള സ്തുതി സ്തോത്രം ഈ ശരീരത്തിൽ നിന്ന് യോഗ്യമായി വെളിയിൽ വരുക, വിശുദ്ധമായി വെളിയിൽ വരുക, വിശുദ്ധിയോട് വെളിയിൽ വരുക. പ്രാർത്ഥിച്ച് 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 ആരും മനുഷ്യമായി ഇതിനകത്തിരിക്കരുത്. ദൈവ സാന്നിധ്യം ചലിക്കുന്ന സമയം, അതരങ്ങളെ തുറന്ന് ആത്മാവിൽ പ്രതികരിക്കുന്ന സമയമായി മാറട്ടെ. ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്ന് തിരുവചനം പറയുന്നത് പോലെ ഇന്ന് പകൽ നീ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ജീവൻ അവസാന തുള്ളി രക്തം വരെയും നിന്റെ പാപത്തിന് പരിഹാരമായി നിന്നെയും എന്നെയും നേടുവാൻ അവന്റെ അവസാന തുള്ളി രക്തം വരെ വിട്ടുകൊടുത്തത് കൊണ്ട് അവനെ സ്നേഹിക്കേണ്ടത് ഈ ശരീരം കൊണ്ട് ആരാധന കൊടുക്കുമ്പോഴാണ്. ഇന്ന് പകൽ ഈ ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് നിറഞ്ഞൊരുക്കുന്ന ഒരു ആരാധന പുറത്തു വരട്ടെ, സന്തോഷമുള്ള ഒരു ആരാധന പുറത്തു വരട്ടെ. ഓ ആത്മാവിന്റെ ആരാധന ഇന്ന് പകൽ പുറത്തു വരട്ടെ. ബുദ്ധിയുടെ പ്രമാണങ്ങളെല്ലാം ഇന്ന് പകൽ കീറിക്കളഞ്ഞിട്ട്, ബുദ്ധിയുടെ പ്രമാണങ്ങളെല്ലാം ഇന്ന് പകൽ കീറിക്കളഞ്ഞിട്ട് ആത്മാവിൽ നിന്ന് ഇന്ന് പകൽ ആത്മാവിന്റെ ഒരുക്കത്തോടെ, ആത്മാവിന്റെ ഒരുക്കത്തോടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കാണ്ട് ഈ ജനത്തിന്റെ മധ്യ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പ്രാരംഭ നിമിഷം മുതൽ ഇറങ്ങി വരട്ടെ കർത്താവേ. അന്തരീക്ഷ മണ്ഡലം ഇന്ന് പകൽ ഈ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളും ആത്മാവെ ആരാധനയെ തടയിടാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ആത്മാവിന്റെ ജനം ഒരുമിച്ച് ചേർന്ന് ആ ദുഷ്ടശക്തിയെ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. ജനത്തിന്റെ വിടുതലിനെ തടയുന്ന, ജനത്തിന്റെ ആത്മമണ്ഡലത്തെ തടയുന്ന, ജനത്തിന്റെ പ്രാർത്ഥന മണ്ഡലത്തെ തടയുന്ന, ജനത്തിന്റെ പ്രാർത്ഥന മണ്ഡലത്തെ തടയുന്ന, ആത്മമണ്ഡലത്തെ ഒതുക്കുവാൻ നിൽക്കുന്ന ഇന്ന് പകൽ ദുഷ്ടന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച്, സഭ ഒരുമിച്ച് ഇന്ന് പകൽ യേശുവിൻ നാമത്തെ ആദ്യമേ ജയ കൽപ്പിക്കുക. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി, ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ സ്പിരിറ്റുകളെ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അതിനെ അറസ്റ്റ് ചെയ്യുക.
യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രതികരിച്ചാട്ടെ ആരും അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ദൈവമായി പരിശുദ്ധാത്മാവിൽ പ്രതികരിച്ച് കണ്ണടച്ച് ആരും പുറമെയുള്ള കാഴ്ചകൾ കാണാൻ നോക്കിയിരിക്കണ്ട. ഇവിടെ എന്ത് നടക്കുന്നതെന്ന് കാണാൻ നോക്കിയിരിക്കണ്ട. കണ്ണടച്ച് ദൈവത്തിൽ നിന്നെങ്കിലും പ്രാപിക്കുക. ദൈവാത്മാവിനെ സ്വീകരിക്കുക. കണ്ണ് തുറന്നിട്ട് നമുക്ക് ഒന്നും ലഭിക്കാനില്ല. കണ്ണ് തുറന്ന് പുറമെയുള്ള കാഴ്ച കണ്ടിട്ട് നമുക്ക് ഒന്നും ലഭിക്കാനില്ല. കണ്ണുകളെ അടച്ച് സ്വർഗത്തിലുള്ള ദൈവസാന്നിധ്യം കാണാൻ വേണ്ടി കണ്ണടച്ച് കണ്ണുകളെ അടച്ച് ഹൃദയത്തിന് ഏകാഗ്രതമാക്കി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇന്ന് പകരം ഇപ്പോൾ ശക്തിയോട് വെളിപ്പെടട്ടെ. നിന്റെ ആത്മമണ്ഡലത്തെ ഒതുക്കുവാൻ നിൽക്കുന്ന നിന്റെ ആത്മമണ്ഡലത്തെ ബന്ധിക്കുന്ന ഈ ശക്തികൾ ഇന്ന് പകൽ അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കൈകൾ ബന്ധിക്കപ്പെട്ടപ്പോഴും അവരെ അതരം ബന്ധിക്കപ്പെട്ടില്ല. അവർ അതരം വെച്ച് തുറന്ന് അവർ ആത്മാവിൽ പ്രതികരിച്ചപ്പോൾ അവരുടെ ശരീരത്തെ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളും ആത്മാവിൽ അഴിയായിത്തീർന്നു. ഇന്ന് പകം നിന്റെ വായു ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ നാവ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ആരാധന പുറത്തു വരുന്നില്ല. ഇന്ന് പകൽ ദൈവം പറയുന്നു, നിന്റെ വായെ വിസ്താരത്തെ തുറക്ക്. കാരണം നിന്റെ ബന്ധനം പൊട്ടണമെങ്കിൽ നിന്റെ നാവിലാണ് അധികാരം. നിന്റെ ബന്ധനം പൊട്ടണമെങ്കിൽ നിന്റെ നാവിലാണ് അധികാരം. നാവിനെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ സാന്നിധ്യത്തിന് വിട്ടുകൊടുത്താട്ടെ. നാവിനെ ദൈവശക്തിക്കാൻ വിട്ടുകൊടുത്താട്ടെ. ശുദ്ധീകരണത്തോടെ ഇന്ന് പകൽ ശത്രു നാളുകളായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ ആത്മമണ്ഡലത്തെ, പിശാച് കാരാഗ്രഹത്തിൽ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ ആത്മമണ്ഡലത്തെ ഇന്ന് പകൽ നീ കണ്ടുകൊണ്ട് ആത്മാവി പ്രതികരിച്ച് ശബ്ദന ആരാധിക്കാൻ കഴിയാതെ, ആത്മാവിന്റെ സന്തോഷം എന്നെന്ന് അനുഭവിക്കാൻ കഴിയാതെ നാളുകളായി നിന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ ആക്കി വെച്ചിരിക്കുന്ന മേഖലകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതല്ല. നീ പ്രാപിച്ച ആത്മാവ് ബന്ധനത്തിൽ കിടക്കേണ്ടതല്ല. നീ പ്രാപിച്ച ആത്മാവ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതല്ല. ഇന്ന് പകൽ ആത്മാവിന് അഭിഷേകത്തോടെ ആ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്ന ആത്മാവിന് പുറത്തെടുക്കട്ടെ. അതരങ്ങൾ തുറന്ന് പ്രതികരിച്ച് നിന്റെ ആത്മാവിനെ നീ ബന്ധിക്കരുത്. നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ നീ ബന്ധിക്കരുത്. നിന്റെ മേൽ അവൻ തന്ന ആത്മാവിനെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ ബന്ധിക്കരുത്. ഇന്ന് പകൽ നീ ഏതെങ്കിലും മേഖലയിൽ പരിശുദ്ധാത്മാവിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകൾ നിന്റെ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ആത്മാവിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വാ. ആ കാരാഗ്രഹത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണേ. യേശുവിന്റെ നാമത്തിൽ പിശാചിന് നിന്റെ അഭിഷേകം പേടിയാ, പിശാചിന് നിന്റെ പ്രാർത്ഥന പേടിയാ, പിശാചിന് നിന്റെ ആത്മമണ്ഡലം പേടിയാണ്. ഇന്ന് പകൽ പിശാചിനെ പേടിക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. പിശാചിന്റെ കാരാഗ്രഹത്തെ, പിശാചിന്റെ അടിസ്ഥാനത്തെ പേടിപ്പിക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. നാമത്തിൽ പിശാചിന്റെ കോട്ടകളെ പേടിപ്പിക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽ ആത്മാവി പുറത്തു വരട്ടെ. നീയല്ല പിശാചിനെ പേടിക്കേണ്ടത്, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമല്ല. ചില പിശാചികളുടെ കോട്ടകൾ പേടിക്കണം. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് നിന്റെ നാളുകളായി ആത്മാവിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട മേഖലകൾ, നിന്റെ ആത്മാവിനെ ഒതുക്കിയ മേഖലകൾ ഇന്ന് പകൽ ദൈവജന തിരിച്ചറിഞ്ഞ് പുറത്തു വരണേ. ഒരറ്റം മുതൽ മറ്ററ്റം വരെയും പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചലിക്കട്ടെ. ഇന്ന് പകൽ ആ പിശാചിനെ ഞങ്ങൾ ബന്ധിക്കുന്നു. ആത്മാവ് ചലിക്കട്ടെ. സ്വാതന്ത്ര്യത്തോടെ ആത്മാവ് ചലിക്കട്ടെ. മതങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേ. പിശാചിന്റെ പദ്ധതികളെ ഇന്ന് മകൾ പൊളിയട്ടെ. നിന്റെ അഭിഷേകത്തെ ബ്രേക്ക് ചെയ്യുന്ന, നിന്റെ അഭിഷേകത്തെ ലോക്ക് ചെയ്യുക. നീ പ്രാപിച്ചെടുത്ത ആത്മാവിനെ ബന്ധിക്കുന്ന എല്ലാ മേഖലകളും ഇന്ന് പകൽ യേശുവിൻ
നാമത്തിൽ നിന്റെ പ്രാർത്ഥനയെ ബന്ധിക്കുന്ന, നിന്റെ ആത്മമണ്ഡലത്തെ ബന്ധിക്കുന്ന, നിന്റെ ആരാധനയെ ബന്ധിച്ചത് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അത് ഓരോന്നായി പൊട്ടട്ടെ പൊട്ടട്ടെ. ആര് മനുഷ്യമായി ഇരിക്കരുത്, ആര് മനുഷ്യമായി ഇരിക്കരുത്. ദൈവ സാന്നിധ്യം ചലിക്കുന്ന സമയമാണ് ഇന്ന് പകൽ. അതിനോട് നീ ചേർന്ന് പ്രവർത്തിക്ക്. നിന്റെ മിനിസ്ട്രിയെ ബ്രേക്ക് ചെയ്യുന്ന, നിന്റെ ശുശ്രൂഷയ്ക്ക് എതിരെ, നിന്റെ ശുശ്രൂഷയെ സ്റ്റോപ്പ് ചെയ്യുവാൻ നിൽക്കുന്ന ആ വ്യാപാരത്തെ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിക്കണം. കാലുകളായി നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വിജയം കിട്ടിയിട്ടും നിന്റെ പ്രാർത്ഥനയെ സാഹചര്യങ്ങൾ കൊണ്ട് ഒതുക്കിയത്, നിന്റെ പ്രാർത്ഥനയെ സാഹചര്യങ്ങൾ കൊണ്ട് ഒതുക്കിയത്, നിന്റെ ആത്മമണ്ഡലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഒതുക്കിയില്ലേ, ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പുറത്തുക, ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പുറത്തുക. നീ ഒതുങ്ങിയിരിക്കേണ്ടതല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ടതല്ല. ഇന്ന് പകൽ ആത്മാവിൽ അഭിഷേകത്തോടെ നീ പുറത്തു വരട്ടെ. നിന്റെ ആത്മമണ്ഡലം ശക്തിയോടെ ഇന്ന് പകൽ പുറത്തു വരുവാ. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവന്റെ കരങ്ങളിലേക്ക് നിന്നെ സമർപ്പിക്കും. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ദൈവമഹത്വം ഇറങ്ങട്ടെ. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവരാഗ്രഹിക്കുന്നത് പോലെ ഇന്ന് പുറത്തുവരുന്ന മകൾ പരിശുദ്ധാത്മാവിനെ ഹിതം ചെയ്യുന്നവരായി, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു സൈന്യമായി മാറട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകനായി മാറട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന അഭിഷേകമുള്ളവരായി അവർ മാറട്ടെ. എല്ലാ ബുദ്ധിയുടെ പ്രമാണങ്ങളെ, ബുദ്ധിമണ്ഡലങ്ങളെ, പരിധികളെ ഇന്ന് പൊളിയട്ടെ. ആരാധനയ്ക്ക് പരിധിയിട്ടത്, പ്രാർത്ഥനയ്ക്ക് പരിധിയിട്ടത്, ആത്മമണ്ഡലത്തിന് പരിധിയിട്ടത് ഇന്ന് മകൾ ആ പരിധികളെല്ലാം ആത്മാവിൽ പൊട്ടിക്ക്. നീ ഇട്ട പരിധികളെല്ലാം നീ പൊട്ടിക്ക്. ഇന്ന് മകൾ ആത്മാവിന് പരിധിയിട്ടത്, പ്രാർത്ഥനയ്ക്ക് പരിധിയിട്ടത്, ആരാധനയ്ക്ക് പരിധിയിട്ടത്, ദൈവിക കാര്യങ്ങൾക്ക് പരിധിയിട്ടത് ഇന്ന് പകൽ ആത്മാവിൽ പൊട്ടിക്ക്. അത് നിന്റെ വിടുതലിന്റെ തടസ്സമാണ്, അത് നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സമാണ്. നിന്റെ പരിധികൾ ഇന്ന് പകൽ പൊളിയട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചാണ്. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ നടയിച്ചാണ്. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന കർത്താവ്, ഏത് സാഹചര്യങ്ങളും മാറ്റിമറിക്കുവാൻ കഴിവുള്ള, നമ്മുടെ ഏത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തന്റെ മുമ്പിലാണ് ഇന്ന് പകൽ നാം ആയിരിക്കുന്നത്. അവന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയവും നാണമായി സമർപ്പിക്കപ്പെടട്ടെ. ഏത് ആപത്തിലും ഏത് നേരത്തിലും നമ്മെ വിട്ടു മാറാത്ത സ്നാനിക്കും. ഏത് ആപത്തിലും ഏത് വേദനയിലും ഏത് സാഹചര്യങ്ങളിലും നമ്മോട് ഇറങ്ങി വരുന്ന നല്ല കർത്താവിനെ കണ്ണുനീരിന്റെ സാഹചര്യമാണോ, ദുഃഖത്തിന്റെ സാഹചര്യമാണോ, വേദനയുടെ സാഹചര്യമാണോ, ചുറ്റും പ്രതികൂലമാണോ നിന്റെ നേരെ, എന്നാൽ നിന്റെ സാഹചര്യങ്ങളെ മറികടക്കുവാൻ കഴിവുള്ള ഒരു ദൈവശക്തി, നിന്റെ സാഹചര്യങ്ങളെ ജയിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് ആര് വിശ്വസിക്കുന്നുവോ അവിടെ മേൽ ഇന്ന് മകൾ ശക്തിയായത് വെളിപ്പെടുന്ന മകളാണ്. ഏത് കഷ്ടതയുടെ നേരത്തും, ഏത് തീച്ചൂടയുടെ നേരത്തും, ഏത് കാരാഗ്രഹ സമമായ വിഷയങ്ങളുടെ നേരത്തും, ഏത് പൊട്ടക്കിണറിന്റെ നേരത്തും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു അരിമനാഥനെ, നമ്മുടെ സങ്കേതമായ, നമ്മുടെ കോട്ടയായവൻ, നമ്മുടെ പാറയായ കർത്താവ് ഇന്ന് പകൽ നമുക്ക് ആശ്രയമായി 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 അവൻ വെളിപ്പെടുന്ന പകലാകയാ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും
പകൽ വെറുതെ പാട്ട് പാടി കളയരുത്. ഒരു പാട്ട് പാടണമല്ലോ എന്ന് വിചാരിച്ച് പാടിക്കളയരുത്. നീ കണ്ണടച്ച് ആ പാട്ടിന്റെ വരികൾ നിന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അത് നിന്റെ ലൈഫുമായിട്ട് നീ ഒന്ന് ഓർത്തു നോക്കുകയെ. അപ്പോൾ അറിയാതെ നീ കരയാനിടയായി തീരും. അറിയാതെ നിന്റെ ശരീരത്തിൽ ദൈവസാന്നിധ്യം വരാൻ തീരും. അല്ലാതെ വെറുതെ കണ്ണു തുറന്ന് മറ്റവൻ ആരാധിക്കുന്നു, അടുത്തിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു, അപ്പുറത്തിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു നോക്കിയാൽ നിനക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. നീ കണ്ണടച്ച് ആ പാട്ടിന്റെ വരികൾ നിന്റെ ലൈഫോട് ചേർത്ത് കൊണ്ട് നീ പാടിയാൽ ഇന്ന് പകൽ എന്തെന്നില്ലാത്ത ഒരു വിടുതൽ നിന്റെ ലൈഫിൽ വെളിപ്പെടും. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളടച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് കാട്ടിന്റെ വനാന്തരത്തിൽ നിന്നും തന്നെ പാടാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അത് യേശുവാണ്. ആ പാടാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം യേശുവാണ്. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നീ ഹൃദയത്തിൽ അനുഭവിച്ച് പാടണം. ഏതൊരാപത്തിലും ഏതു നേരത്തിലും ആ സഭയുടെ ശബ്ദം ഉയരട്ടെ. ഇത്രയും ജനം കൂടി വന്നപ്പോ ഇത്രയും സൗണ്ടേ ഉള്ളോ? ഇത്രയും ജനം ഈ ആലയത്തിൽ കൂടിയിട്ട് അവർക്ക് ശബ്ദമില്ലേ? ഓ, എന്തൊരു കഷ്ടമാണെന്നറിയാമോ നിങ്ങളുടെ ജീവിതം? ദൈവത്തിന് വാതർന്നൊന്നും നന്ദി പറയാൻ പറ്റിയില്ലെങ്കിൽ, ദൈവത്തെ അതരം കൊണ്ട് സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിൽ, നാം പല സ്ഥലത്ത് പോയി നമ്മുടെ ശബ്ദം നോക്കിയാൽ നമുക്ക് ഇതിനെ കട്ടി വലിയ ശബ്ദമുണ്ട്. ഞാൻ ആരെയും നിർബന്ധിച്ച് ആരാധിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തോട് ആരാധന കൊടുക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആരാധിച്ചാൽ മതി. ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളെ ആരാധിപ്പിക്കുന്ന ഡ്യൂട്ടിയല്ല. ഇവിടെ നിൽക്കുന്നവരെ ദൈവദാസന്മാരുടെ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കുന്നതല്ല. ദൈവത്തിന്റെ സ്നേഹ മഹത്തലങ്ങളിൽ വെളിപ്പെട്ടവൻ അവൻ അറിയാതെ ആരാധിക്കും. ഇന്ന് പകൽ അതരം തുറന്നുക്കാൻ കഴിയുന്നവർ, കരമുയർത്തുവാൻ കഴിയുന്നവർ, അതരം തുറക്കാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തുതി കൊടുത്തു. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കും സഭ മാത്രം പാടിയാട്ടെ. ഏതോരാ കുറച്ചുകൂടെ ശബ്ദത്തിൽ സഭ മാത്രം പാടിയാട്ടെ. സഭ മാത്രം ഒരിക്കൽ കൂടെ ഏതോരാ ഒരിക്കൽ കൂടെ എനിക്ക്
ഭാരമായി ഒന്ന് സമർപ്പിക്കപ്പെടണം. നമ്മെ ഏത് സാഹചര്യങ്ങളും നമ്മെ നടത്തുന്ന ഒരു കർത്താവ്, തൻ കരത്താ അവൻ ദൂതന്മാരെ അയക്കുന്നതല്ല. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ തന്റെ കരം കൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കോ. പകരത്തിന് വേറൊരാളിനെ അവൻ വെക്കത്തില്ല കേട്ടോ. നിന്റെ സാഹചര്യത്തിൽ തന്റെ സ്വന്തം കരം കൊണ്ട് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു കരുത്തെ ഇന്ന് ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് 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 അന്നരങ്ങൾ തുറന്നു പാടാം. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും നീതിക്കും കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കും നീതിക്കും ഇത്ര നല്ലവനാ ഇത്രയിൽ രുചിച്ചറിവാ ഇത്ര നല്ലവനാ പ്രിയരേ ഇത്രയിൽ രുചിച്ചറിവാ
പ്രത്യാശയോടെ പാടിയാട്ടെ. ആദരങ്ങൾ തുറന്ന് എല്ലാ കുഞ്ഞുങ്ങളും പാടിയാതെ, എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യൗവനക്കാരും ചേർന്ന് ഇത്ര നല്ലവനാ
എന്റെ യേശുനാഥാ, നീ ചെയ്തൊരു നന്മ ഇന്നും നീ നീ ചെയ്തൊരു ഇന്നും നീ धन्यवाद के साथ पूरी कोടി कोടി पूरी धन्यवाद धन्यवाद के साथ पूरी गाऊंगा यीशु मेरे खुदा उपकार तेरे बेशुमार कोടി कोടി पूरी धन्यवाद योग्यता നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു സർവവല്ലഭൻ നീയേ, ധൂയരേ ധൂയരേ സർവവല്ലഭൻ നീയേ, ധൂയരേ 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 സർവവല്ലഭൻ നീ, ധൂയരേ 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 സർവവല്ലഭൻ നീ, പരിശുദ്ധനേ 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 സർവവല്ലഭൻ ആ ദൈവത്തെ പരിശുദ്ധനേ 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 സർവവല്ലഭൻ പരിശുദ്ധനേ 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 സർവവല്ലഭൻ നീയേ, holy holy are you Lord God mighty, holy holy
പരിശുദ്ധൻ 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 യേശു പരിശുദ്ധൻ. ആ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് ചലിക്കുകയാ. പരിശുദ്ധാത്മാവേ പരിശുദ്ധനേ പരിശുദ്ധനേ കൈകളെ തുറന്ന് പരിശുദ്ധനേ സർവ്വവല്ലഭൻ നീയേ ഉയരേ ഉയരേ സർവ്വവല്ലഭൻ ഉയരേ ഉയരേ സർവ്വവല്ലഭൻ നീയേ. രണ്ട് കരങ്ങളെ ചേർത്ത് തട്ടി എല്ലാവരും ഒരുമിച്ച് രണ്ട് കരകൾ ചേർത്തടിച്ച് പരിശുദ്ധനായവനെ, അത്ഭുത മന്ത്രിയായവൻ, അവൻ മാത്രം പരിശുദ്ധൻ, അവൻ മാത്രം വിശുദ്ധിയിൽ ഭയങ്കരൻ, അവനെ പറയാൻ വേറെ നാമമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. നീ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, നീ ആരാധിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയാണ്, നീ ആരാധിക്കുന്ന ദൈവം പരിചയായ ദൈവമാണ്, നീ ആരാധിക്കുന്ന ദൈവം പാറയായ ദൈവമാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. കരകളെ തട്ടി കരകളെ തട്ടി കരകളെ തട്ടി ശക്തിയോടെ കരകളെ തട്ടി ചേർത്ത് ശക്തിയോടെ അഭിഷേകം പ്രാപിച്ചവർ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ നോക്കിയിരിക്കാതെ ആ പരിശുദ്ധനെ ഒരുമിച്ച് ശക്തിയോടെ വിശ്വസിക്കുന്നവർ ആ രാജാവിനെ മടി കൂടാതെ പരിശുദ്ധനായ നാമം, ഉയർത്താൻ കൊള്ളാവുന്ന നാമം, വിശ്വസിക്കാൻ പറ്റാവുന്ന നാമം, ചേർന്നിരിക്കാൻ പറ്റാവുന്ന നാമം, ആശ്രയിക്കാൻ പറ്റാവുന്ന നാമം, ആ നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തെ മടി കൂടാതെ ലജ്ജയില്ലാതെ കരകളെ തട്ടിയോ നൃത്തത്തോടെയോ ആത്മാവിൽ എങ്ങനെ പ്രതികരിക്കാമോ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിക്കാൻ. നിന്നെ വിശ്വസിക്കുക, നിന്നെ സഹായിക്കാൻ കഴിയുന്ന, നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന, നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണെന്ന് അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരുമിച്ച് എല്ലാവരും ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ. ദൈവസ്ഥനെ എഴുന്നേക്കാൻ പറ്റുന്നവരെല്ലാം ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ. ഇന്ന് പകൽ എല്ലാവരും ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസ്ഥനെ എഴുന്നേറ്റാട്ടെ. എഴുന്നേക്കാൻ പ്രയാസമില്ലാത്തവർ മാത്രം എഴുന്നേറ്റാട്ടെ. ഇന്ന് പകൽ ആരെ നോക്കി നിൽക്കുന്ന സമയമല്ല, ഇത് ആരെ നോക്കി നിൽക്കേണ്ട സമയമല്ല. നിന്നെ വിടുവിച്ച നാമത്തെ, നിന്നെ ഉയർത്തിയ നാമത്തെ ആരാധിച്ചില്ലെങ്കിലും നീ ആരാധിക്കണം. നിന്നെ ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആരെ നീ നോക്കരുത്, ആരെ നോക്കിയിരിക്കരുത്. ഇന്ന് പകൽ എല്ലാ അലസതകളെ മാറ്റി, എല്ലാ ലജ്ജയും മാറ്റി എങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിക്കാമോ, എങ്ങനെയൊക്കെ ദൈവത്തെ ഉയർത്താമോ, ഇന്ന് പകൽ നൃത്തത്തോടെയാണോ ആത്മാവിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമോ ആ നാമത്തെ ഒരുമിച്ച് ചേർന്ന് കരകളെ തട്ടി ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ കരകളെ തട്ടി കരകളെ ചേർത്തടിച്ച് ഹല്ലേലൂയ ആനന്ദത്തോടെ. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം ആനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം എന്ന് വിശ്വസിക്കുന്നവർ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരകൂലൻ. അത് വിശ്വസിക്കുന്നവർ മാത്രം എന്നെ കാലത്തു പോയി സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരകൂലൻ എന്നെ കാലത്തു പോയി സംഹാരകൂലൻ എന്നെ കാലത്തു പോയി. ഞാനിന്നെ വിലയേറിയ
നിനക്ക് മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട നിനക്ക് സങ്കടങ്ങൾ സകലവും പോയി അമ്പാരദൂതൻ എന്നെ കടന്നു പോയി അമ്പാരദൂതൻ എന്നെ കടന്നു പോയി ആരാവോരു ഞാൻ തിരിയണിമല്ല ആരാവോരു ഞാൻ തിരിയണിമല്ല പരമസിയോട് ഞാൻ പരമസിയോട് ഞാനല്ല സങ്കടങ്ങൾ സകലവും ശബല ഹതല ഹതല സമ്രായദൂതൻ എന്നെ കടന്നു പോയി അരൂവിലൻ ദൈവമേരിക്കധിപതിയേ അരൂവിലൻ ദൈവമേരിക്കധിപതിയേ അരൂമാവൻ പുതുമല്ല അവൻ ഗുരുമല്ലാതു മതിയേ സങ്കടങ്ങൾ സകലവും പ്രത്യാശയോടെ വിശ്വാസത്തോടെ പാടിയാണ് എന്നേക്കാൾ നീ പാടുപോലെ സങ്കടങ്ങളെ മാറ്റുക എന്നെ കടന്നു പോയി പരായ മധുരമാക്കി തീർക്കുമാവേ പരായ മധുരമാക്കി പിളർന്നുതാകം പോകുമാവേ പോകുമാവേ സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ കടന്നു പോയി പരായ മധുരമാക്കി പരായ മധുരം പിളർന്നുതാകം പോകുമാവേ സങ്കടങ്ങൾ സകലവും എന്നെ കടന്നു പോയി എന്റെ ബലവും എന്റെ സാങ്കേതവും എന്റെ ബലവും എന്റെ സാങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ സങ്കടങ്ങൾ സകലവും എന്നെ കടന്നു പോയി മനോഹരമായ കനാദേശമേ മനോഹരമായ കനാദേശമേ അതേ എനിക്കറിയാത്തോ സങ്കടങ്ങൾ സകലവും എന്നെ കടന്നു പോയി ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ജീവിതം എനിക്കാനന്ദമേ ജീവിതം എനിക്കാനന്ദമേ എന്റെ ബലവും എന്റെ സാങ്കേതവും എന്റെ ബലവോ എന്റെ സാങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ മരുവിലൻ ദൈവമേനിക്കധിപതിയേ മരുവിലൻ ദൈവമേനിക്കധിപതിയേ കരുവാവൻ പുതുമന്ന മനായ മധുരമാക്കി തീർക്കുമാവേ മനായ മധുരമാക്കി കുഞ്ഞാടിന്റെ വില കുഞ്ഞാടിന്റെ വിലക്ക് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ പറഞ്ഞു ഞാൻ മരുവിലൻ ദൈവമേരിക്കധിപതിയേ മരുവിലൻ അവൻ പുതുമന്ന അവൻ പുതുമന്ന മതിയേ സങ്കടങ്ങൾ സകലവും കടന്നു പോയി എന്റെ ബലവും എന്റെ സാങ്കേ എന്റെ 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 ബലവും എന്റെ ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ എന്നുമെന്നും. യേശു മാറാത്തവൻ, യേശു മാറാ കരുണയത്രയോ അതിശിഷ്ടം സ്നേഹമാത്രയമേ, കരുണയത്രയോ അതിശിഷ്ടം സ്നേഹമാത്രയമേ. എല്ലോ എല്ലാകത്തിനേറുമെല്ലാം അനത്തിയവന്റെ സ്നേഹത്താൽ എല്ലോ Jesus, 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 എന്നുമെന്ന് കൂടെയുള്ളവേ അവനുമായി ശൈലിയിലെനിക്കോ സഹായകനും വ്യാകാല ഗീതവുമാവേ. ശൈലിയിലെനിക്ക് സഹായകനും വ്യാകാല ഗീതവുമാവേ. നല്ലവയോ ദിവ്യാനുഷാദാവുമേ ആത്മസാഖിയുമാവൻ തന്നെ. നല്ലവയോ ദിവ്യാനുഷാദാവുമേ ആത്മസാഖിയുമാവൻ തന്നെ. യേശുമാരാത്മാവോ ശക്തിയോടെ നീ ആരാധിക്കുമ്പോൾ നിന്റെ വിടുതലുകൾ സംഭവിക്കുകയാണ്. നീ ആരാധിക്കുമ്പോൾ നിന്റെ സൗഖ്യം സംഭവിക്കുക. നീ ആരാധിക്കുമ്പോൾ വഴികൾ തുറക്കണേ. വിശ്വസിക്കുന്ന സമയമാകയാ. വിശ്വസിക്കണം. നീ ആരാധിക്കുമ്പോൾ രോഗബന്ധനങ്ങൾ ഇന്ന് മുതൽ അഴിഞ്ഞു മാറട്ടെ. നീ ആരാധിക്കുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ ഇന്ന് മുതൽ യേശുവിൻ നാമത്തിൽ പഠിച്ചു നിൽക്കാതെ ലജ്ജിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ മടി കാണിക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ ലജ്ജിക്കരുത്. ഇന്ന് പകം നിന്നെ രക്ഷിച്ച നാമത്തെ ലജ്ജ കൂടാതെ ഏത് സാഹചര്യത്തിലും മടി കൂടാതെ ആരാധിക്കണം. ആരാധിക്കണം. ഓ രാഗ രഗത രഗ സഗതം രഗതേ ഈ ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരികളെ കർത്താവേ. ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ, ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വിടുതലുകൾ വ്യാപരികളെ. വിശ്വസിക്കുന്നവരുടെ ദൈവശക്തി വ്യാപരികളുടെ കർത്താവേ. വിശ്വസിക്കുന്നവരുടെ ദൈവ മഹത്വം നമുക്ക് ചൊല്ലിക്കട്ടെ. അവരെ സാഹചര്യങ്ങളെ മാറ്റി മറിക്കുന്ന ജനം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ആ സാഹചര്യങ്ങളെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരിവിടെ വിട്ട് തിരികെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ, അവരിവിടുത്തെ തിരിച്ച് ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വിടുതലുകൾ വെളിപ്പെടട്ടെ. അവരുടെ കണ്ണിന്റെ മുമ്പിൽ വിടുതലുകൾ യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. അതരങ്ങളെ തുറന്ന് ഇന്ന് പകൽ നിന്നെ രക്ഷിച്ച നാമം, നിന്നെ ഉയർത്തിയ നാമം, നിന്നെ വിടുവിച്ച നാമം, നിനക്ക് സൗഖ്യം തന്ന നാമം, നിന്റെ കുടുംബത്തിന് വിടുതൽ തന്ന നാമത്തെ നന്ദിയോടെ 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 ഹല്ലേലൂയ. ഓടാബലവസ്യം തുരിവിരി കടകദന ഹാറബസ്സാ ഖലനബോസിയം ദന ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൽ മണി പോലെ
തീടുമേ. അന്ത്യം വാരേ വാഴുകാതെയവൻ താങ്ങി നടത്തിടും പുൽകരത്താൽ. അന്ത്യം വാരേ വാഴുകാതെയവൻ താങ്ങി നടത്തിടും പുൽകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഈ സഹജീ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഈ സഹജീ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജീ. രാജാതിരാജാവിന്റെ രണ്ട് കരങ്ങൾ ചേർത്ത് തട്ടി നമ്മെ സാഹചര്യങ്ങളിൽ വഴി നടത്തുന്ന കർത്താവിനെ കരങ്ങൾ സന്തോഷത്തോടെ ഹാലലൂയ.